ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഇപ്പോൾ സമയം ഉച്ചയായി. ഉച്ചക്ക് നമ്മൾ എണീച്ച പക്ഷേങ്കിൽ ട്രെയിനിലുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കിന്ന് ഉച്ചയായി. നമ്മളെ മച്ചാൻ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫുഡ് കാണിച്ചു തരുന്നത് നല്ലത്. നമ്മൾ ഫുഡ് ചോറ് ഇത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അരിയിൽ ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല. പിന്നെ മീനുണ്ട്, പിന്നെ ബീഫ്. ഇതാണ് നമ്മളെ ആസാം സ്റ്റൈൽ ബീഫ് കറി. ചെറുനാരങ്ങുണ്ട്, കാന്താരിയുണ്ട്, ഉപ്പുണ്ട്, ഉള്ളിയുണ്ട്, അങ്ങനത്തെ സാധനങ്ങളിലുണ്ട്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്തുള്ള എവിടെയും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വണ്ടിയുണ്ട്, വണ്ടിയിൽ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ആകാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം ഇവിടുത്തെ കാര്യങ്ങളുള്ളത്. ഇനി പോയേക്കണം അവിടെ എല്ലാം എന്താ അവസ്ഥ അങ്ങനെയുള്ളത്. ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഇത്രയും കാലം മുമ്പ് ഞാൻ കണ്ട സ്വപ്നങ്ങളാണ് ഇപ്പോൾ യാദർശികമായിട്ട് നടന്നു പോകുന്നത്. ലോക്കലിലാണ് തിരിയും ആ നാട്ടിലത്തെ ലോക്കൽ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഒരു ലോക്കൽ ഫ്രണ്ടിനെ കിട്ടിയോണ്ട് എന്തും കൊണ്ടും പ്ലസ് പോയിൻ്റായി അത്. അപ്പം ഇനിയുള്ള കാഴ്ചകൾ കാണിച്ചു. ഇതിൻ്റെ വീട്ടിലെ തൊയ്ത്തും പരിപാടിയല്ല, മച്ചാൻ്റെ വണ്ടിയിലെടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി എവിടെയോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ടാറ്റ. ഇതാണ് ഇവിടുത്തെ പുറം ലോക കാഴ്ചകൾ. റുക്കണോ എന്ന് പറഞ്ഞ ഓക്കെ ഫൈൻ. പോയിട്ട് വാ. അച്ഛനെന്തോ സാധനം എടുക്കാൻ വന്നത്, എടുത്തിട്ട് വരുന്നതാണ്. നമ്മൾ ഇവിടുത്തെ ഗൈസാണ്. ഇവരെല്ലാം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ പരിചയം ചെയ്യുമെങ്കിൽ ഇവരെല്ലാം നമ്മളെ എറണാകുളത്തെ ഉള്ള സമയത്ത് അവിടുത്തെ ഹോട്ടലിൽ വർക്ക് ചെയ്തതാണ്. അപ്പം അന്നേരം ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫോളോ ചെയ്തിട്ട് അങ്ങനെ സ്റ്റോറി കണ്ടിട്ടാണ് മെസ്സേജ് അയച്ചത് കറക്റ്റ് ഗുവാഹട്ടിയിൽ ഇറങ്ങുന്ന സമയത്ത്. ഇതാണ് ഇവിടുത്തെ നാടും നാട്ടുംപുറം. പള്ളി നമ്മളെ പള്ളി. ഇത് ഖബർസ്ഥാൻ ഒരു ചെറിയൊരു പീസ് സ്ഥലം കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. കുളം മച്ചിലി മീനിനെ പിടിക്കുന്ന സ്ഥലം പള്ളിക്കുളം പോലെ എന്തോ കാര്യങ്ങളാണ്. ഇവിടെ എല്ലാ സ്ഥലത്തിലും ആടുകളും പശു, ആട്, കോഴി അതിന് ഇവരെല്ലാവരും മര്യാദയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ വൃത്തിയിൽ. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഇത് കണ്ടില്ല. ചെറിയ ടൗണുകളാണ് കൂടുതലുള്ളത് ഇവിടെ. സ്കൂളുകൾ ഇവിടെ നമ്മളൊരു മച്ചാനുണ്ട് പറഞ്ഞാൽ നമ്മളെ അവിടെ തന്നെയുള്ള ഹോട്ടലിൽ തന്നെയുള്ള വേറൊരു മച്ചാൻ വർക്ക് ചെയ്ത് അവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്ത്. അപ്പോൾ ഓന് ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു. ഇവർക്കെല്ലാം ദറജയാണ് ആ നാട്ടിൽ നിന്ന് വന്നിട്ട് ഭയങ്കര കാര്യമുണ്ട്. ഞാനിവിടെ ഒരു ഫോറിനർ അല്ലെങ്കിൽ അറബിയൻ നാട്ടിൽ വന്ന പോലെ ഉള്ളത്. അപ്പോൾ ഇവനെല്ലാവരെയും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ വന്നിട്ടുണ്ട്. നല്ലൊരു ചങ്ങായി ഉണ്ട് ഇവിടെ ആയിട്ട്. ഓനെ കാണാൻ വേണ്ടി നമ്മളിപ്പോൾ വന്നേ. അതിൻ്റെ അടുത്ത് മാർക്കറ്റ് സാധനങ്ങളെല്ലാം കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. മച്ചാൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ വേറൊരു മച്ചാനം കിട്ടിയിട്ടുണ്ട്. ഹലോ, നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരു സഭ പോലെ ആയിട്ടുണ്ട്. നമ്മളെ ഗൈസ് ചെയ്ത് ഇവരെല്ലാം നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷം നാട്ടിൽ നിന്ന് വന്നിട്ട്. എന്തോന്നും പറയണ്ട, ദറജക്കളിയാണ് ദറജ. അപ്പോൾ ഇവരെ ഇനി അടിയെല്ലാം പോകാനെല്ലാം പറഞ്ഞു. ഒരു പരിപാടി തിരക്കും ഇപ്പോഴത്തെ പടമൊന്നുമില്ലല്ലോ. സമാധാനത്തിൽ ആറാംശെ എന്തും ചെയ്യാം അല്ല പറയുന്നത്. അങ്ങനെ മൂന്ന് മച്ചാന്മാർ കൂടി പോകുന്നുണ്ട് അടുത്തേക്ക്. പോലീസ് പിടിക്കുമോന്നൊന്നും അറിയില്ല, വെച്ച് പിടിക്കാന്നാ പറയുന്നത്. എല്ലാം എത്രയേ ഉള്ളൂ. ബജാറാ സെന്ററാ पूरा जाएगा साथ प्रॉब्लम नहीं है कुछ. ഇതല്ലോ ഇവർ കളിക്കുന്നുണ്ട് പഠിച്ചോനെ. ആൾക്കാരെ മേത്തെല്ലാം കെട്ടി കൊടുക്കുവാണെന്നൊന്നും അറിയില്ല. ഈ മറ്റേ സാധനം ചവിട്ടി വരും, അതിൻ്റെ മണടിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. ആ ഒരു പ്രശ്നമേ ഇവർക്കും കാണുന്നില്ല. ബാക്കിയെല്ലാം കൊണ്ടില്ല പെർഫെക്റ്റ് ഓക്കെ. ആൻഡ് പാക്കാണ്. മറ്റേ സാധനം ചവക്കുന്നതുകൊണ്ട് മൂട് വന്നു. ആ ഒരു സീന് മാത്രമേ. സ്നേഹമാണ് ഇവർക്ക്, ഭയങ്കര ദറജയാണ്. നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നിലത്തും തായലും തലയിലും വെക്കുന്നില്ല, നിലത്തും വെക്കുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എവിടെയാ പോകുന്നത്? കിധർ ജാത്ത ഹം
हम अभी जाएगा अगर बाजार घुमाने के लिए तुमको तुम उधर देखेगा कैसे कैसे കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നവരും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മള് മാർക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്ന നമ്മള് ഞാൻ മച്ചാൻ. അപ്പോൾ അത് നോക്കിയിട്ട് വരുന്നത് എങ്ങനെയുണ്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇന്നത്തെ മാർക്കറ്റ്. ഈ ടൗണിൻ്റെ പേരാണ് ജുരിയ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണാണ് നമ്മളെ ജുരിയ ബജാർ. ജുരിയ ബസാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാ റിക്കുമശാണ് ഇങ്ങനെ പോകുന്നുണ്ട് അടുത്തേക്ക്. ഓ ജഗാമേ ഇതർ ചേട്ടാ ഭായി ഇവിടെ ഇതെല്ലാം ഉണ്ട്. മാങ്ങ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മാർക്കറ്റ് കേട്ടോ. ഉള്ളിൽ ശരിയായ മാർക്കറ്റ് ഉണ്ട്. ഇത് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നുണ്ട്. എന്നാ ഏക്കാ होटल है छोटा मोटा होटल ही ഞായറാഴ്ചയും വേറെ ഏതൊരു ദിവസം ആവുന്ന പറഞ്ഞത് കണ്ട. ശരിയായ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. കായ് വിൽക്കുന്നുണ്ട്. ഏക്കാ ഇതെന്തൊരു ഡിഫറെന്റ് ടൈപ്പ് ആണല്ലോ. ഫുൾ വലിയൊരു പച്ചക്കറി മാർക്കറ്റ് ആട്ടെ ഇവിടെ കാണുന്ന മുഴുവൻ. കോൺസാ ആരാ ഉണക്ക് മീനുണ്ട്. ഫുള്ള് ഉണക്ക് മീനിന്റെ ഒരു കളി തന്നെ ഉണ്ട് കേട്ടോ. ഫുള്ള് മാർക്കറ്റ് ഉണ്ട്. അങ്ങനത്തോടുണ്ട് ഫുള്ള്. പൂര മാർക്കറ്റ്. ഇവിടെ മൊത്തം പച്ചക്കറി മാർക്കറ്റ് അല്ലേ. സബ്ജി सब्जी उधर फिर तो चावल है ना उसका भी है. धान मालूम है. अरी चावल निकल चावल आटा चलो बाद में संडे का दिन नहीं तो बुधवार का दिन इधर आओ. तुम सब पूरा स्टॉल ओपन. ना इन वापरी बारी दे रहे इधर से घूम के इधर आएगा. അപ്പോൾ അവർ പറയുന്നേ ഞായറാഴ്ച ആകുമ്പോൾ ഇത് മൊത്തം ഓപ്പൺ ആവുമെന്ന് പറയുന്നത്. ഇതെന്തോ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും ഈ സാധനം ഉണ്ട്. ലെമൻ मतलब लंबा ലെമൺ നിംബു ചെറുനാരങ്ങ പോലും കേട്ടോ. ഇപ്പം കണ്ടേതാനോ മാർക്കറ്റിന്റെ വേറൊരു വശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വലിയ മാർക്കറ്റ് കേട്ടോ. വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. സബ് സാമാൻ ഹേനാ ഓയി മാർക്കറ്റ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞേ. എന്താണെങ്കിലും ഇവിടെ കിട്ടും. മാർക്കറ്റിന്റെ പുറത്തേക്ക് എത്തിയിട്ടുള്ള പുറം വശത്തെ കാഴ്ച കളി കാണുന്നത്. ഇങ്ങനെ ബേക്കറി എല്ലാം കണ്ടോ ഇവിടുത്തെ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. മച്ചാൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയിലെടുത്തിട്ട് പിന്നെയും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. मार्केट संडे मार्केट गाय लेके आते हैं. गाय बीफ പോത്തിന്റെ ചന്തയാന്ന് പറഞ്ഞത്. അല്ല വണ്ടി ഓഫായി പോയി. ഇവരെല്ലാം എന്താ കളിക്കുന്നത്. ചക്ക ഉണ്ട്. ചക്ക चक्का नीचे हमारे घर में भी नीचे है. अच्छा है. ചെമ്പരത്തി പോകലുണ്ട്. വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായാ വണ്ടി ഓഫായി സീനാണ്. വണ്ടി നമ്മൾ എണ്ണയിലടിച്ചിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും സെറ്റായി. ആരോ എണ്ണ തീർന്നിട്ട് വരുന്നുണ്ടോ. ഇവിടെ എല്ലാവരും ഇതന്നെ അവസ്ഥ.